നമസ്കാരം. തനിസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സാണ്. LDC എക്സാം, അതായത് PUP എക്സാം, PC പോലീസ് കോൺസ്റ്റബിൾ എക്സാംസിനൊക്കെ വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ്. അതിൽ നോബൽ സമ്മാനം, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ അവാർഡ് വിന്നേഴ്സുമുണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയൊരു കണ്ടൻറ്റാണിത്. നോക്കാം. (2023) ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാവ് ആരാണ്? 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാവ് ആരാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂലിയ. പിയറി ഫെറൻ ആനാണ് ഭൗതികശാസ്ത്ര നോബൽ. പിയറി ഫെറൻ ആൻ. പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂലിയ. പിയറി ഫെറൻ ആനാണ് ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലൂലിയ. പിയറി ഫെറൻ ആനാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ. അടുത്തത് 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? 2023 കെമിസ്ട്രിക്ക് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്, മൗഗി ബാവണ്ടി, ലൂയിസ് ബാവണ്ടി എക്കിമോവ് ആണ് രസതന്ത്ര നോബൽ സമ്മാന ജേതാക്കൾ. ലൂയിസ് ബാവണ്ടി എക്കിമോവ്. ലൂയിസ് അലക്സി എക്കിമോവ് ബാവണ്ടി ഓർക്കുക. മൗഗി ബാവണ്ടി. ലൂയിസ് രസതന്ത്ര ജേതാക്കൾ, രസതന്ത്ര നോബൽ പ്രൈസ്. ലൂയിസ് അലക്സി ബാവണ്ടി. എക്കിമോവ് ഓർക്കാം അല്ലേ? അലക്സി എക്കിമോവ്. ലൂയിസ് അലക്സി എക്കിമോവ് ബാവണ്ടി. അപ്പോൾ ഭൗതികശാസ്ത്രം ഏതൊക്കെയായിരുന്നു? പിയറി ഫെറൻ ആൻ ലൂലിയ. നെക്സ്റ്റ് ലൂയിസ് അലക്സി ബാവണ്ടി കെമിസ്ട്രി രസതന്ത്രം. ലൂയിസ് അലക്സി ബാവണ്ടി. നെക്സ്റ്റ് അടുത്തത് സാഹിത്യത്തിനുള്ള 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരാണ്? യോൺ ഫോസെ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരാണ്? യോൺ ഫോസെ. സാഹിത്യം യോൺ ഫോസെ അല്ലേ? ഫിലോസഫി സാഹിത്യം യോൺ ഫോസെ. 2023 യോൺ ഫോസെ. സാഹിത്യം ഫിലോസഫി ഫോസെ. സാഹിത്യം യോൺ ഫോസെയാണ്. 2023 യോൺ ഫോസെ. 2023 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ്. സമാധാനം നർഗസ് മുഹമ്മദിയാണ്. മുഹമ്മദിനാണ് കൊടുത്തത്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മുഹമ്മദിന്. മുഹമ്മദ് മഹാസഹ അല്ലേ? സമാധാനം മുഹമ്മദ്. നർഗസ് മുഹമ്മദി. ഈ നർഗസ് മുഹമ്മദി സമാധാനത്തിൻ്റെ ഓർക്കുക. 2023 മുഹമ്മദിയാണ് സമാധാനം നർഗസ് ഓർക്കുക. ഓക്കെ, 2023 മുഹമ്മദി സമാധാനം നർഗസ്. ഓക്കെ, അതിനകത്തൊരു ഷോർട്ട് കട്ടിങ് ഇങ്ങനെ സമാധാനത്തിന് നർഗസ് നായി വരുന്നില്ലേ, അത് ഓർക്കാം. 23 മുഹമ്മദി ഓർക്കുക. അപ്പോൾ നർഗസ് മുഹമ്മദി. സമാധാനത്തിന് നോബൽ പ്രൈസ് നർഗസ് മുഹമ്മദി. 2023 സമാധാന നോബൽ പ്രൈസ് നർഗസ് മുഹമ്മദി. നെക്സ്റ്റ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാവ്. സാമ്പത്തികം ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തികം സ്വർണ്ണമാണ്. ഗോൾഡിൻ ഇപ്പോൾ ട്രെൻഡിങ് ഗോൾഡാണ്. ഗോൾഡിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ഗോൾഡിൻ. സാമ്പത്തികം ഗോൾഡ്. 2023 ഗോൾഡിനാണ് ഓർക്കുക. ഗോൾഡ് സമ്പത്ത് കൂടുന്നുണ്ട് അല്ലേ? ഗോൾഡിനാണ് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആൾക്കാർ പക്ഷേ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. സോ സാമ്പത്തികം ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. 2023 ക്ലോഡിയ ഗോൾഡിൻ. 2023 സാമ്പത്തിക നോബൽ പ്രൈസ്
ക്ലോഡിയ ഗോൾഡിൻ തെറ്റരുത്. 2023 വൈദ്യശാസ്ത്ര നൊബൽ സമ്മാനം 2023 വൈദ്യശാസ്ത്ര നൊബൽ സമ്മാന ജേതാവ് ആരാണ്? കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. വൈദ്യശാസ്ത്രം വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്രം വെയ്സ്മാനാണ്. ഡ്രൂ വെയ്സ്മാൻ, കാറ്റലിൻ കരിക്കോ. കരിക്കും വെയ്സും. വൈദ്യശാസ്ത്രം കരിക്കും വെയ്സും കൊണ്ട് മാറില്ല അല്ലേ? വൈദ്യം കരിക്കും വെയ്സും. കാറ്റലിൻ കരിക്കോയും ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ ആണ്. 2023 വൈദ്യശാസ്ത്ര നൊബൽ പ്രൈസ് ആർക്കാണ്? കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കരിക്കില്ലേ? ഡ്രൂ വെയ്സ്മാൻ. കരിക്കോയും ഡ്രൂ വെയ്സ്മാനും. കരിക്കും വേസ്റ്റ് ആക്കല്ല. കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കരിക്ക് വേസ്റ്റ് ആക്കല്ല. വൈദ്യശാസ്ത്ര നൊബൽ പ്രൈസ് 2023. കരിക്ക് വേസ്റ്റ്, ഡ്രൂ വെയ്സ്മാൻ ആൻഡ് കരിക്കോ. ഇനിയുള്ളത് 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം. ബിജു ശാന്തിയാണ് അവിടെ. ബിജു അല്ലേ? ബിജു നമ്മൾ പറയില്ലേ? ബിജു ആരാണത്? ബിജു അല്ലേ? അയ്യപ്പ ബൈജു എന്നൊക്കെ പറഞ്ഞില്ലേ? ബിജു അത് അയ്യപ്പ ബൈജു വേറെയാണ് നമ്മൾ ഓർക്കുക അല്ലേ? എന്നാൽ ഇവിടെ ശാന്തി ബിജു അല്ലേ? ഡോക്ടർ KT ബിജു ആണ്. മലയാളി ഗവേഷകനാണ് ഡോക്ടർ KT ബിജു. ശാന്തി സ്വരൂപ് ഭട്നഗർ KT. പേര് കാണുമ്പോൾ ഒന്ന് ക്ലിക്ക് ആവണം, ഓർമ്മയാണ്. കാണാതെ പഠിച്ചൊരു പക്ഷേ മറന്നു തന്നെ പോവാം. അപ്പോൾ പേര് നമ്മൾ 22 ശാന്തി സ്വരൂപ് ഭട്നഗർ KT ബിജു. അവിടെ ഡോക്ടർ KT ബിജുവിന് വരുന്നുണ്ട്. 22 ശാന്തി സ്വരൂപ് ഭട്നഗർ അവിടെ വരുന്നുണ്ട്. 22 ശാന്തി സ്വരൂപ് ഭട്നഗർ KT ബിജു ശാന്തി ബിജു സ്വരൂപ് ഭട്നഗർ KT ബിജു. 22 ഭട്നഗർ KT ഓർത്തിരിക്കാൻ പറ്റും. 22 ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം മലയാളി ഗവേഷകൻ ആരാണ്? ഡോക്ടർ KT ബിജു. മലയാളി ഗവേഷകൻ എന്ന് പറയുമ്പോൾ ബിജു എന്നുള്ള പേര് നമുക്ക് ഓർമ്മ വരാം. പിന്നെ ഭട്നഗർ KT ബിജു. അപ്പോൾ ഇനിഷ്യൽ തെറ്റിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ KT ബിജു തെറ്റാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഏഷ്യയുടെ നൊബൽ സമ്മാനം 2023 ഡെബൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. ഏഷ്യയുടെ നൊബൽ സമ്മാനം ഏതാണ്? രമൺ മാഗ്സസെ അവാർഡാണ്. 2023 രമൺ മാഗ്സസെ അവാർഡ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ രവി കണ്ണനാണ്. 2023 രമൺ മാഗ്സസെ 2023 രമൺ മാഗ്സസെ രവി കണ്ണനാണ്. 23 രമൺ ആർക്കാണ് കിട്ടിയത്? കണ്ണന് കിട്ടി. 23 രമൺ കണ്ണന് കിട്ടി. 23 രമൺ ആർക്ക്? കണ്ണന് കിട്ടി. അപ്പോൾ ഏഷ്യൻ നൊബൽ പ്രൈസ് ഏതാണ്? 2023 ഏതാണ്? നൊബൽ പ്രൈസിൻ്റെ പേരെന്താണ്? രമൺ മാഗ്സസെ അല്ലേ? ഏഷ്യൻ നൊബൽ പ്രൈസ് രമൺ മാഗ്സസെ. സോ 2023 രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? കണ്ണൻ. ഡോക്ടർ രവി കണ്ണൻ. 2023 രമൺ കണ്ണനാണ്. അപ്പോൾ 2023 രമൺ മാഗ്സസെ പുരസ്കാരം നേടി ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. രമൺ കണ്ണൻ. 23 രമൺ കണ്ണനാണ്. ഡോക്ടർ രവി കണ്ണൻ. നെക്സ്റ്റ് വരുന്നത് 2023 പത്മപ്രഭ പുരസ്കാരം നേടിയത്. പത്മപ്രഭ പുരസ്കാരം. പത്മ ആർക്കാണത്? സുഭാഷ് ചന്ദ്രനാണ്. പത്മപ്രഭ നേടിയത് 23 പ്രഭ ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. 23 പ്രഭ ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. 23 പ്രഭ സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ നമുക്ക് ഓർമ്മ വരില്ലേ? അദ്ദേഹത്തിനാണ് നമുക്ക് എന്ത് കിട്ടുക? പത്മപ്രഭ കിട്ടിയത്. ഓക്കെ, അടുത്തത് 2023 മലയാറ്റൂർ പുരസ്കാരം നേടിയത് ആർക്കാണ്? മുരുകൻ കാട്ടാക്കട അല്ലേ? മുരുകൻ കാട്ടാക്കട ഓർമ്മ വരും അല്ലേ? അദ്ദേഹം നമുക്ക് അവരെയൊക്കെ അറിയാം, പക്ഷേ അവർക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതാണ് നമുക്ക് വേർതിരിക്കേണ്ടത്. 23 പത്മപ്രഭ ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. 23 പ്രഭ സുഭാഷ് ചന്ദ്രന്. 23 മലയാറ്റൂർ കിട്ടിയത് ആർക്കാണ്? മുരുകൻ കാട്ടാക്കട അല്ലേ? അവരുടെ പ്രാസമൊക്കെ ഉണ്ട്. മലയാറ്റൂർ ആർക്കാണ്? മുരുകൻ കാട്ടാക്കട. മലയാറ്റൂർ പുരസ്കാരം
23 ആർക്കാണ്? മുരുകൻ കാട്ടാക്കട. മലയാറ്റൂർ പുരസ്കാരം മുരുകൻ കാട്ടാക്കട. 23 മലയാറ്റൂർ പുരസ്കാരം കിട്ടിയതാർക്കാണ്? മുരുകൻ കാട്ടാക്കട. അപ്പോൾ 23 രമൺ മാഗ്സസെ അവാർഡ് ഡോക്ടർ രവി കണ്ണൻ. 23 പത്മഭൂഷൺ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. 23 മലയാറ്റൂർ പുരസ്കാരം നേടിയത് മുരുകൻ കാട്ടാക്കട. ഓർക്കാലോ. നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഇങ്ങനെയല്ല എഴുതുന്നത് കേട്ടോ, ടൈപ്പിംഗ് എററാണ്. ഉണ്ടല്ലോ, ഓക്കെ, അറിയാലോ. കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരൊക്കെയാണ്? ഇവിടെ ഓർക്കുക, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക അവിടുന്ന് കറണ്ട് അഫയേഴ്സ് വരും, നമുക്ക് സിലബസ് തന്നെ പഠിക്കാനുണ്ട് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്നുള്ളത്. അപ്പോൾ സംസ്ഥാനത്ത് കൊടുത്ത അവാർഡുകളും പ്രതീക്ഷിക്കുക. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹതായത് ആരൊക്കെയാണ്? PK രാമചന്ദ്രൻ നായർ. ആരാണത്? PK രാമചന്ദ്രൻ നായർ. അദ്ദേഹം ആരാണ്? അഗ്രോ ഫോറസ്ട്രി വിദഗ്ധനാണ്. അഗ്രികൾച്ചർ, ഫോറസ്റ്റ് ഒക്കെ ഓർത്തിരിക്കുക. PK രാമചന്ദ്രൻ നായർ അല്ലേ. സംസ്ഥാനം എപ്പോഴും അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനായ ആർക്ക്? PK രാമചന്ദ്രൻ നായർക്ക് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ഇതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനായിരുന്ന, ഗവേഷകനായിരുന്ന, അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനായിരുന്ന, സയൻറ്റിസ്റ്റായിരുന്ന, അഗ്രോ ഫോറസ്ട്രി വിദഗ്ധനായിരുന്ന PK രാമചന്ദ്രൻ നായർക്കാണ് എന്ത് കൊടുത്തത്? കേരള ശാസ്ത്ര പുരസ്കാരം കൊടുത്തത്. കേരള ശാസ്ത്ര പുരസ്കാരം ആർക്ക് കൊടുത്തു? അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനായിരുന്ന PK രാമചന്ദ്രൻ നായർക്ക് കൊടുത്തു അല്ലേ. ഏർപ്പെടുത്തിയതാരാണ്? സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആർക്കാണ്? PK രാമചന്ദ്രൻ നായർ. സിമ്പിളായി എങ്ങനെ പറയാം? 2022 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയതാരാണ്? PK രാമചന്ദ്രൻ നായർ അല്ലേ. രാമചന്ദ്രൻ നായർ ല്ലോ. അപ്പോൾ അദ്ദേഹം ആരാണ്? അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനാണ്. അതുകൊണ്ട് എന്ത് കിട്ടി നമുക്ക്? ശാസ്ത്രം അവാർഡ് കൊടുക്കാൻ പറ്റില്ലേ. അഗ്രോ ഫോറസ്റ്റ് വിദഗ്ധനാണ് ആര്? PK രാമചന്ദ്രൻ നായർ. സോ അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ശാസ്ത്ര പുരസ്കാരം കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇവിടെയും വരുന്നുണ്ട്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഏത് പുരസ്കാരം? പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം അല്ലേ. അപ്പോൾ മികച്ച സാമൂഹിക പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ഉമ്മൻചാണ്ടി പുരസ്കാരം അല്ലേ. അങ്ങനെയുള്ള ആദ്യത്തെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കർ അല്ലേ. നമുക്ക് അവരെ അറിയാം അല്ലേ. പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മേധാ പട്കർ. സാമൂഹ്യ പ്രവർത്തകയാണ് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? മേധാ പട്കർ. അപ്പോൾ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മേധാ പട്കർ. മേധാ പട്കർ ആര് തന്നെയാണ് നമുക്ക് എല്ലാം അറിയില്ല. സാമൂഹ്യ പ്രവർത്തക ഉപരി പരിസ്ഥിതി പ്രവർത്തകയൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന അവരെക്കുറിച്ച്. അപ്പോൾ ഇപ്പോൾ എന്ത് കിട്ടിയവർക്ക്? പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം മേധാ പട്കർക്ക് ലഭിച്ചു. പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം മേധാ പട്കർ ലഭിച്ചു. എന്തുകൊണ്ട് കിട്ടിയത്? മികച്ച സാമൂഹിക പ്രവർത്തകയായതുകൊണ്ടാണ്. എന്ത് ലഭിച്ചു അവർക്ക്? പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം മേധാ പട്കർക്ക് ലഭിച്ചു. അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം. വയോജന വൃദ്ധരല്ലേ. സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നടൻ മധുവിനൊക്കെ പ്രായമേറില്ല, നമ്മൾ ഫോട്ടോയിൽ കാണുന്നുണ്ട്. മധുവിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ അത് ഓർക്കാം. ചെറുവയൽ രാമനെ ഓർക്കാം അല്ലേ. 2 ഫോട്ടോ നമുക്ക് ഒന്നിച്ചോർക്കാൻ പറ്റും. അപ്പോൾ അവർക്കാണ് എന്ത് ലഭിച്ചത്? സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം. വയോജന സേവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സിനിമ നടനല്ലേ. നടൻ മധുവിനും അതുപോലെ ചെറുവയൽ രാമനുമാണ്. നടൻ മധു ചെറുവയൽ രാമന് വയോജന സേവനം സംസ്ഥാന സർക്കാർ കൊടുത്തത് അവർക്കാണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇനി 2023 VR കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത്. VR കൃഷ്ണയ്യർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഉമ്മൻചാണ്ടിക്ക് അല്ലേ. VR കൃഷ്ണയ്യർ പുരസ്കാരം ഉമ്മൻചാണ്ടിക്ക്. VR കൃഷ്ണയ്യർ പുരസ്കാരം ഉമ്മൻചാണ്ടി അല്ലോ. അതൊക്കെ മരിച്ചു പോയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. VR
കൃഷ്ണയ്യർ പുരസ്കാരം വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ഉമ്മൻചാണ്ടി അല്ലേ. ഈ കൃഷ്ണനും ഉമ്മൻചാണ്ടി രണ്ട് പേരിലെ ടൈപ്പ് പേരുകളല്ലേ. കൃഷ്ണയ്യർ ഉമ്മൻചാണ്ടി പുരസ്കാരം ഓർക്കാം. കൃഷ്ണനും ഉമ്മനും ഓർക്കാമല്ലോ. അയ്യരും ചാണ്ടി. വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. നമുക്ക് ഓർക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ. ആരൊക്കെയാണ് വനിതകൾ എന്ന് പറയാം. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായ വനിതകൾ: KC ലേഖ, നിലമ്പൂർ ഐഷ, പിന്നെ ലക്ഷ്മി N മേനോൻ, RS സിന്ധു. KC ലേഖ, നിലമ്പൂർ ഐഷ, ലക്ഷ്മി N മേനോൻ, RS സിന്ധു എന്നിവരാണ് സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് വനിതാരത്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2022 തിരഞ്ഞെടുക്കപ്പെട്ടത്. KC ലേഖ, നിലമ്പൂർ ഐഷ, ലേഖയും ഐഷയും ലക്ഷ്മിയും സിന്ധു. ലേഖ, ഐഷ, ലക്ഷ്മി, സിന്ധു. ലേഖ, ഐഷ, ലക്ഷ്മി, സിന്ധു എന്നിവർക്കാണ് അവാർഡ്. എന്ത് അവാർഡ്? സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ രത്നങ്ങളാണ് അവർ അല്ലേ. വനിതാ രത്നങ്ങൾ. ഓക്കെ. KC ലേഖ, നിലമ്പൂർ ഐഷ, ലക്ഷ്മി N മേനോൻ, RS സിന്ധു. അടുത്തത് പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ജഗ്ഗുവാര്യയുടെ മകളുടെ പേരെന്താണ്? പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ജഗ്ഗുവാര്യയുടെ മകളുടെ പേര് അലേഡ ഗുവേര. ഡോക്ടർ അലേഡ ഗുവേര. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിലുണ്ടാകും. ഡോക്ടർ അലേഡ അലേഡ എന്നുണ്ട് ഇവിടെ. ഗുവേര അല്ല, ഗുവേര ഓർക്കുക. ഗുവേര ഓർക്കാമല്ലോ. അപ്പോൾ ഗുവേരയ്ക്ക് എന്താണ് കിട്ടിയത്? പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരം അല്ലേ. പ്രഥമ KR ഗൗരിയമ്മ. നമ്മൾ ഉമ്മൻചാണ്ടിയെ അപ്പോൾ കറണ്ടിൽ നമ്മൾ ഓർത്തിരിക്കുന്ന പോലെ തന്നെ ഗൗരിയമ്മയും ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അവാർഡുകൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. പ്രഥമ KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗ്വേരയുടെ മകളുടെ പേരെന്താണ്? ഗുവേര അല്ലേ. ഗുവേര എന്നാണ്. ഗുവേര അലൈഡ ഗുവേര. ഡോക്ടർ അലൈഡ ഗുവേരയാണ്. ചെഗ്വേരയുടെ മകളാണ് ഗുവേര. നെക്സ്റ്റ് 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ്. ഹരിവരാസനം പുരസ്കാരം 2023 ഹരിവരാസനം പുരസ്കാരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ 21, 22 ചോദിച്ചിട്ടുണ്ട്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി അല്ലേ. ആരാണത്? ഹരിവരാസനം ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പി. ഹരിവരാസനം 2023 ഹരിവരാസനം ശ്രീകുമാരൻ തമ്പി ഹരിവരാസനം. ഓക്കെ. ഇനി 2023 പത്മശ്രീ ലഭിച്ച ആരാണ്? മലയാളികൾ. പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? പത്മശ്രീ ലഭിച്ച മലയാളികൾ: അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, മുമ്പ് വന്നില്ലേ, CI ഐസക്, SRD പ്രസാദ്. ചെറുവയൽ രാമനെ നമ്മൾ ഇവിടെ കണ്ടത് വയോജനം അല്ലേ. വയോജനം അല്ലേ കണ്ട. നാടൻ മധുവിൻ്റെ കൂടെ അല്ലേ വയോജന പുരസ്കാരം. അപ്പോൾ പത്മശ്രീ ലഭിച്ചു അല്ലേ. 2023 പത്മശ്രീ ലഭിച്ച ആർക്കൊക്കെയാണ്? മലയാളികൾ ആർക്കൊക്കെയാണ്? പത്മശ്രീ മലയാളികൾ അപ്പുക്കുട്ടനും ചെറുവയലും ഐസക്കും പ്രസാദും. അപ്പുക്കുട്ടൻ ചെറുവയൽ ഐസക് പ്രസാദ് അല്ലേ. അപ്പുക്കുട്ടൻ ചെറുവയൽ ഐസക് പ്രസാദ്. ഈ കോഡുകൾ എന്ന് പറയുമ്പോൾ അപ്പുക്കുട്ടൻ ചെറുവയൽ ഐസക് പ്രസാദ്. നമുക്ക് അപ്പുക്കുട്ടൻ രാമനെ ഓർക്കാം അല്ലേ. പൊതുവാൾ ജംഗ്ഷനിലല്ല. അപ്പുക്കുട്ടൻ രാമനെ ഓർക്കാം, ഐസക്കും പ്രസാദും. അപ്പുക്കുട്ടൻ രാമൻ ഐസക് പ്രസാദ്. SRD പ്രസാദ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പത്മശ്രീ ലഭിച്ചു അല്ലേ. SRD പ്രസാദ്. CI ഐസക്, ചെറുവയൽ രാമൻ. അപ്പോൾ ഇവിടെ നോക്കാമല്ലോ. അപ്പുക്കുട്ടൻ, അപ്പു ചെറു സി പ്രസാദ് അല്ലേ. അപ്പു ചെറു സി പ്രസാദ് ആണ് എഴുതാം നമുക്ക്. അപ്പു ചെറു സി പ്രസാദ്. അപ്പുക്കുട്ടൻ ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ്. അപ്പു ചെറു ഐസക് പ്രസാദ്. അങ്ങനെ മതി. അപ്പു ചെറു ഐസക് പ്രസാദിനെ എഴുതാം. പത്മശ്രീ ലഭിച്ച മലയാളികൾ അപ്പുക്കുട്ടനും ചെറുവയൽ രാമനും, CI ഐസക്കും, SRD പ്രസാദ്. ഇങ്ങനെ ഷോർട്ട് ഫോം പഠിക്കുമ്പോൾ ചെറുവയൽ രാമന് പകരം വേറെ രാമനൊക്കെ അവർ എഴുതി വെക്കും ഇല്ലേ. CI ഐസക്കിന് പകരം ഇനിഷ്യൽ മാറ്റി വെക്കും. സോ മുഴുവൻ പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ച് നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷനായിപ്പോവും അല്ലേ. അപ്പം കുഞ്ഞു പഠിച്ചു വെച്ചാൽ മൊത്തം പേരും പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്ക്,
SRD പ്രസാദ്. നെക്സ്റ്റ്, ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയതാരാണ്? ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് ആരാണ്? പി ജയചന്ദ്രൻ അല്ലേ. അദ്ദേഹത്തിന് വളരെ പ്രായമേറി വരികയാണ്. ഇപ്പോൾ അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഒരു അവാർഡുകളും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം നേടിയത് ആരാണ്? പി ജയചന്ദ്രനാണ് കിട്ടുന്നത് കേട്ടോ. സ്വാതി തിരുനാൾ സംഗീതമല്ല, സ്വാതി തിരുനാൾ കൊടുക്കുന്ന പി ജയചന്ദ്രൻ. ഇനിയും 32ാമത് വ്യാസസമ്മാനം ലഭിച്ച പകൽഖാന എന്ന കൃതി രചിച്ചതാരാണ്? ഗ്യാൻ ചതുർവേദി. പകൽഖാന വ്യാസസമ്മാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 32ാമത്തെ വ്യാസസമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗ്യാൻ ചതുർവേദിക്കാണ്. കൃതി ഏതാണ്? പകൽഖാന. ഗ്യാൻ പകൽഖാന. ഓക്കെ, വ്യാസസമ്മാൻ ഇമ്പോർട്ടൻ്റ് ആണ്. 32ാമത്തെ വ്യാസസമ്മാൻ അവാർഡ് ആർക്കാണ്? ഗ്യാൻ ചതുർവേദിക്കാണ് വ്യാസസമ്മാൻ ലഭിച്ചത്. ചതുർവേദിക്ക് ലഭിച്ചു. കൃതി ഏതാണ്? പകൽഖാൻ. ഗ്യാൻ ചതുർവേദി പകൽഖാന വ്യാസം അല്ല, വ്യാസൻ്റെ പാൽഖാനയല്ല, പാൽഖാന ഗ്യാൻ ചതുർവേദി. വ്യാസ പകൽഖാന ചതുർവേദി കിട്ടി കേട്ടോ. വ്യാസസമ്മാൻ പകൽഖാന ഗ്യാൻ ചതുർവേദി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 32ാമത്തെ വ്യാസസമ്മാൻ ലഭിച്ച പകൽഖാന എന്ന കൃതിയാണ്. അത് എഴുതിയതാരാണ്? ഗ്യാൻ ചതുർവേദി എഴുതി. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. താങ്ക് യു.